അതെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ജാനമ്മേനെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ ഇന്നലെ ഞാനൊരു യാത്ര പോയത് ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങ് പോയതേ. ഇന്നലെ അങ്ങോട്ട് പോകുമ്പോഴും ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ഉണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ഈ ജാനമ്മയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ ജാനമ്മേനെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കുക. ഞാൻ വിചാരിച്ചത് എന്താ പ്രത്യേകിച്ച് വല്ല അന്യഗ്രഹ ജീവിയാണോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കുന്നത് എന്താണ്. ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവരെന്നോട് ചോദിക്കുക, നീ എന്നാ ബഹിരാകാശത്ത് പോകുവാണോ, കണ്ടാൽ പേടിയാവൂലോടിന്ന്. എല്ലാത്തിനും അങ്ങ് കുശുമ്പ. ഇത് വെറുതെ അല്ല, ആൾക്കാരെല്ലാം ഇങ്ങനെ എന്തപ്പെട്ട് നോക്കിയിരുന്നത്. എനിക്കറിയാവോ, ഇത് ജാനമ്മയ്ക്ക് എന്താണേ ഇങ്ങനെയൊന്ന് പോയാൽ ജാനമ്മയ്ക്ക് മാത്രം എന്തൊരു പ്രശ്നം? നോക്ക്, നിങ്ങൾ ശരിക്കും നോക്ക്. ജാനമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വഴിക്കേ ഒരു കടയിൽ കയറി, ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയതാട്ടോ. അപ്പോഴത്തേനും അവരെന്നോട് ചോദിക്കുക, നിങ്ങളെന്നാ ഈ ചൂടത്ത് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നേ? ഒന്നിനും സമ്മതിക്കുകയല്ലാത്ത കുറേ മനുഷ്യർ. ജാനമ്മയ്ക്ക് മാത്രം ഓരോ പ്രശ്നങ്ങൾ. ജാനമ്മ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. ജാനമ്മയാണെങ്കിൽ ഒരു മനുഷ്യനോടും ഒരു ദ്രോഹത്തിനും പോകുന്നില്ല. പിന്നെ അതാ എനിക്കറിയത്തില്ലാത്ത. ഏതായാലും ജാനമ്മ ഒരു കാര്യം തീരുമാനമെടുത്തു. ആരെന്ത് പറഞ്ഞാലും ജാനമ്മയ്ക്ക് തോന്നുന്നത് പോലെ ജാനമ്മ ഇട്ടുകൊണ്ട് പോകും. അല്ല പിന്നെ